ഇന്നത്തെ നമ്മുടെ റെസിപ്പി വിൻ്റർ സ്പെഷ്യൽ ന്യൂട്രിയം പാക്ഡ് ആയിട്ടുള്ള ഓട്സ് പംകിൻ സൂപ്പുമായാണ്. ഇത് നിങ്ങൾക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒരു ഡയറ്റ് ഫുഡായിട്ടോ ഡയബറ്റിക് ഡയറ്റ് ഫുഡായിട്ടോ കഴിക്കാവുന്ന ഫുഡ് കൂടിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഹെൽത്തി സൂപ്പ് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് 1 ടീസ്പൂൺ ഗീയോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചതച്ചതും ഒരു മീഡിയം സൈസിലുള്ള ഒനിയൻ ചോപ്പ് ചെയ്തതോടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 250 ഗ്രാം പംകിൻ സ്ലൈസായി എരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേവാൻ ആവശ്യമായ 4 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് പംകിൻ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെന്തുവന്ന പംകിൻ മസാല ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മസാല ഒന്ന് തണുത്തു വരുന്ന സമയം നമുക്ക് പെട്ടെന്ന് ഒരു സ്ലറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് പൗഡറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോൾഡ് ഓട്സിന് പകരം നിങ്ങൾക്ക് സാധാ ഓട്സും എടുക്കാവുന്നതാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ളതിനാൽ നല്ലൊരു ഡൈജസ്റ്റീവ് ഹെൽത്തിനും ഹാർട്ട് ഹെൽത്തിനും ഷുഗർ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിനും ഇത് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതുമാണ്. നന്നായി കുക്ക് ചെയ്ത ഓട്സ് സ്ലറി ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തയ്യാറാക്കിയ പംകിൻ മിക്സ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ തണുപ്പിച്ചെടുത്ത ഓട്സ് സ്ലറിയൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്ത ഓട്സ് പംകിൻ മിക്സ് ഇനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി അനുസരിച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായി കുക്ക് ചെയ്തെടുത്ത ഓട്സ് പംകിൻ സൂപ്പ് ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റായി നമ്മുടെ സൂപ്പിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് പംകിൻ സീഡ്സൂടെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസുമായിട്ടുള്ള പംകിനും ഓട്സും വെച്ചിട്ടുള്ള സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ക്ലൈമറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഇത് നിങ്ങൾക്ക് ഡയറ്റ് ഫുഡായിട്ടോ ഡയബറ്റിക് ഡയറ്റ് ഫുഡായിട്ടോ വർക്കൗട്ട് റിക്കവറി ഫുഡായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.